നമസ്കാരം, ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ചകിരി വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യം നമ്മൾ കുപ്പീനെ ബേസ് കോട്ട് കൊടുത്തിട്ട് വെക്കുക. അപ്പോൾ ഞാനത് ടിഷ്യൂ പേപ്പർ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉണക്കിയിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ വേറൊരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് പിന്നെ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഐഡിയ. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കുപ്പി ഉപയോഗിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കണമെന്നില്ല, വെറുതെ ബേസ് കോട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ചകിരി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൊടി പോലെ വരുന്ന സംഭവമില്ലേ, കോക്കോപ്പീറ്റ്, അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാണ്ട് ഫുള്ള് ചകിരി വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ എടുത്തിട്ടൊന്ന് പിച്ചി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരില്ലേ, അപ്പോൾ അത് നമുക്ക് കുറച്ച് കളക്ട് ചെയ്തെടുക്കാം. തേങ്ങ നമ്മൾ പൊതിക്കുന്ന സമയത്തൊക്കെ താഴെ വീഴും, അപ്പോൾ നമ്മൾ അടിച്ചിട്ട് എടുത്തു വെച്ചാലും മതി. അങ്ങനെ കുറച്ചായിട്ട് കളക്ട് ചെയ്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കട്ടെ. ഇനി നമുക്ക് ഇതുപോലത്തെ ബ്ലാക്ക് കളർ പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിക്കർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കർ പേപ്പർ വേണമെന്നൊന്നുമില്ല, ഇത് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കൊരു ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പകുതി മടക്കിയിട്ട് പകുതി ബട്ടർഫ്ലൈനെ വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നിവർത്തുമ്പോൾ ഫുള്ളൊരു ബട്ടർഫ്ലൈ ആവുമല്ലോ. അപ്പോൾ ഞാൻ വരയ്ക്കുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈനെ വരച്ചിട്ടെടുക്കുക. അപ്പോൾ വല്ലാണ്ട് കട്ടിയുള്ളതും വേണ്ട, അധികം നേരിയതും അല്ലാത്ത ഒരു ആവറേജ് കട്ടിയുള്ള പേപ്പറിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഇപ്പോൾ ദേ നമ്മുടെ ബട്ടർഫ്ലൈ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിൽ ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഫെവിക്കോള് തേക്കുക. എന്നിട്ട് ഈ ഒരു പൊടിയില്ലേ, അത് ഇതിൽ കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കണം. ഞാനിപ്പോൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് നോക്കി, പക്ഷേ ഫുള്ളായിട്ട് അങ്ങനെ വരുന്നില്ല കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഫിറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നോക്കി ചെയ്യുക. അപ്പോൾ ഫെവിക്കോൾ വല്ലയിടത്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്ന് ചെറുതായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കുക ഈ പൊടി. എന്നിട്ട് കറക്റ്റായിട്ട് ഇതിൽ ഒട്ടിയിരിക്കണം. അപ്പോൾ അതേ ഞാൻ ഒരുമാതിരി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കാം. സൈഡിലേക്ക് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് ചെറുതായിട്ട് സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. ഞാനിവിടെ ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ തന്നെ ഞാൻ ആക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് ആക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഫെവിക്കോൾ തേച്ചിട്ട് കറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിൽ ഒട്ടിക്കുക. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കുഞ്ഞു ബട്ടർഫ്ലൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, അത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് അമർത്തിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇപ്പോൾ 2 ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷനിലും ഞാൻ ചകിരി തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ചകിരി ഇങ്ങനെ നീളത്തിലെടുക്കുക, എന്നിട്ടൊന്ന് കൈവച്ച് കറക്റ്റാക്കി എടുക്കുക കേട്ടോ. ആ ഒരു ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വിടർത്തുകയും ചെയ്യുക. ഒന്ന് ലെവലാക്കി പിടിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ച് വേണമെങ്കിൽ നിർത്താം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇതുപോലത്തെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ് ഞാൻ ഡോട്ട്സ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനായിട്ട് വരുന്നൊരു കളർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? വളരെ സിമ്പിളല്ലേ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ കാണാത്തവർ കണ്ടു നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി നാളെ വരാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.